റോബർട്ട് കിയോസാക്കി പറഞ്ഞത് ഒരേ ഒരു ബിസിനസ് മാത്രമേ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ള എല്ലാ ബിസിനസ്സുകളിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള സമയമെടുക്കും. അപ്പോൾ ഏതാണ് ആ ബിസിനസ്? ആ ബിസിനസ്സാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറലി പെട്ടെന്ന് നമുക്ക് ഈ ട്രഡീഷണൽ ബിസിനസ്സിനെ പറ്റി മനസ്സിലാക്കാം. 100 രൂപയുടെ ഒരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ പിക്ചറിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കമ്പനിയുടെ ലാൻഡിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 35 രൂപയാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന 100 രൂപയും കമ്പനിയുടെ ലാൻഡിങ് കോസ്റ്റ് 35 രൂപയും. പക്ഷേ ഈ 35ന് 100ന്റെ ഇടയിലുള്ള 65 ആരാണ് എടുത്തിട്ട് പോകുന്നത്? കമ്പനിയോ പ്രൊഡക്റ്റോ കസ്റ്റമറോ ആയി യാതൊരു ബന്ധവുമില്ലാത്ത തേർഡ് പാർട്ടികൾ, അല്ലെ? പ്രൊഡക്റ്റ് പോലും യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. ബൂസ്റ്റ് ഇസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുന്ന ആൾ ബൂസ്റ്റ് കുടിക്കാറില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരവിടെ ചെയ്യുന്നത് 2 കോടിക്കും 3 കോടിക്കും 5 കോടിക്കും വേണ്ടിയിട്ടാണ് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ TV-യിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ആരാണ്? ഇന്ത്യയിലെ നമ്പർ 1 ഹീറോ ആണ്. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? മണി. ഈ 65% മണി ഈ 35ന്റെയും 100ന്റെയും ഇടയിൽ കഴിക്കുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നത് ഈ കമ്പനി ആയിട്ടോ പ്രൊഡക്റ്റ് ആയിട്ടോ കസ്റ്റമർ ആയിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ്. ആ ഒരു മിഡിൽ മെൻ അല്ലെങ്കിൽ മധ്യവർത്തികളെ മാറ്റി ചെയ്യുന്ന ബിസിനസ്സിനെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ 65% നമുക്ക് ഓരോ ലെവലായിട്ട് തിരിച്ചു തരും. അതാണ് ഈ ബിസിനസിന്റെ കോൺസെപ്റ്റ്. എല്ലാവർക്കും വളരെ ക്ലിയർ ആയെന്ന് തോന്നുന്നു. നെക്സ്റ്റ്